അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ബഹ്റൈനിലെ അത് പൂർണ്ണമായും അടച്ചുപൂട്ടി. കുവൈറ്റിൽ വലിയ നാശനഷ്ടം ഉണ്ടായതിന്റെ പേരിൽ അവർ കുറേ നേരത്തേക്ക് വ്യോമപാത അടച്ചു. ലോകം തന്നെ സ്തംഭിച്ചു പോകുന്ന, ലോകത്തിന്റെ മുഴുവൻ സാമ്പത്തിക ക്രമവും തകരുന്ന, ഗൾഫ് മേഖല തകർന്ന് തരിപ്പണമാവുന്ന നിലയിലേക്ക് ഈ യുദ്ധം ഡൈവേർട്ട് ചെയ്ത് പോകും. ട്രംപിനെ സംബന്ധിച്ച് നിക്കക്കളിയില്ലാത്ത അവസ്ഥയാണ്. ട്രംപിന് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നുണ്ട്. ലോകരാജ്യങ്ങൾ ട്രംപിനോട് യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ട്രംപ് വിചാരിച്ചാലും ഈ യുദ്ധം അവസാനിക്കില്ല എന്നുള്ളത്. ഇറാനെ സംബന്ധിച്ച് ഇനിയും ഇറാൻ യുദ്ധം കടുപ്പിക്കുക എന്നുള്ള നിലയിലേക്ക് തന്നെ പോകും. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹോർമൂസ് പൂർണ്ണമായും അടച്ചത്. ഇപ്പോൾ ചെങ്കടലിലേക്ക് കൂടി ബാബൽ മന്ദബ് കടലെടുക്കുക, സൂയസ് കനാലിന്റെ പ്രധാനപ്പെട്ട ഭാഗം കൂടി അടയ്ക്കാൻ പോവുകയാണ്. ചേട്ടാ, നമ്മള് ഏറെ കാലമായി യുദ്ധ വാർത്തകളാണ് നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തമ്മിലൊക്കെ നമ്മൾ ഡിസ്കഷൻസ് ആയിട്ടൊക്കെ എടുക്കാറുള്ളതും സംസാരിക്കാറുള്ളത്. ഇപ്പം കുറെ നാള് ഇറാൻ യുദ്ധം ഘടിപ്പിക്കുകയാണെന്നുള്ള ഒരു സംസാരമാണ് ശരിക്കും. പക്ഷേ ഇപ്പോൾ സത്യത്തിൽ ഇറാൻ വളരെ വലിയ രീതിയിൽ യുദ്ധം ഘടിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ 21 വ്യോമത്താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഇതിപ്പം നമുക്കറിയാം, ഇന്ത്യയൊക്കെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലും ഇന്ത്യയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കും? ഇപ്പൊ നിലവിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഓരോ ദിവസവും കടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ സംശയമൊന്നുമില്ല. അതിന് കാരണം അമേരിക്ക നടത്തുന്ന പ്രകോപനങ്ങൾ. ഇത്രയും ദിവസം ഇസ്രായേൽ ആയിരുന്നു പ്രകോപനങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ലെബനനിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തുന്നു. ഇറാൻ പറയുന്നത് അവസാനിപ്പിക്കാൻ പറയുന്നു. അത് കേൾക്കുന്നില്ല. വീണ്ടും ആക്രമണം നടത്തുന്നു ഇസ്രായേൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ അതിന്റെ റിട്ടാലിയേഷൻ എന്ന നിലയിൽ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നു. പക്ഷെ ഇപ്പൊ സംഭവിച്ചത് അമേരിക്ക കഴിഞ്ഞ 2 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ഇറാനെ ആക്രമിക്കുകയാണ്. അപ്പൊ അതിനുള്ള കൃത്യമായ തിരിച്ചടിയാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 18 മുതൽ 21 വരെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു കളഞ്ഞു എന്ന് ഇറാൻ അവകാശപ്പെടുന്നത്. അപ്പൊ അത് തള്ളിക്കളയാൻ, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. കാരണം അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ബഹ്റൈനിലെ അത് പൂർണ്ണമായും അടച്ചുപൂട്ടി. കുവൈറ്റിൽ വലിയ നാശനഷ്ടം ഉണ്ടായതിന്റെ പേരിൽ അവർ കുറേ നേരത്തേക്ക് വ്യോമപാത അടച്ചു. അതുപോലെ തന്നെ പലയിടങ്ങളിൽ നിന്നും ഡ്രോൺ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ബഹ്റൈനിലും അതുപോലെ തന്നെ ഈ പറയുന്ന കുവൈറ്റിലുമൊക്കെ ജോർദാനിലുമൊക്കെ ഇറാന്റെ ഡ്രോണുകൾ എത്തുകയും ചിലയിടങ്ങളിൽ സ്ഫോടനം നടക്കുകയും അതിന്റെ തീനാളങ്ങൾ ഉയരുന്നതിന്റെയും ജനങ്ങൾ ചിതറി ഓടുന്നതിന്റെയും സൈറൺ മുഴങ്ങുന്നതിന്റെയും ഒക്കെ പലതരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നു. അപ്പൊ ഇറാൻ ആക്രമിക്കുന്നു എന്നുള്ളത് ഒരു കെട്ടുകഥയോ അല്ലെങ്കിൽ ഇറാന്റെ ആക്രമണത്തിൽ ഈ കേന്ദ്രങ്ങൾ തകർന്നു എന്നുള്ളത് ഒരു ഊഹാപോഹമോ ഒന്നുമല്ല. അത് കൃത്യമായി സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക്, അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒന്നുകിൽ ഈ യുദ്ധത്തോടു കൂടി എല്ലാവരും തീരും. അതായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യവും അടക്കമുള്ള ഇന്ധനക്ഷാമവും അടക്കമുള്ള പ്രതിസന്ധികളെ തുടർന്ന് ലോകം തന്നെ സ്തംഭിച്ചു പോകുന്ന, ലോകത്തിന്റെ മുഴുവൻ സാമ്പത്തിക ക്രമവും തകരുന്ന, ഗൾഫ് മേഖല തകർന്ന് തരിപ്പണമാവുന്ന നിലയിലേക്ക് ഈ യുദ്ധം ഡൈവേർട്ട് ചെയ്ത് പോകും. അത് അത്രയും നാശത്തിലേക്ക്, ഒരു 3ാം ലോക മഹായുദ്ധത്തിന് സമാനമായ രീതിയിൽ കൂടുതൽ കക്ഷികൾ ഇൻവോൾവ് ആവുന്ന നിലയിൽ ഇനി അമേരിക്കയെ പിടിച്ചു കെട്ടാൻ റഷ്യയും ചൈനയും ഒക്കെ ഇറങ്ങി എന്നാണ് ഏറ്റവും ഒടുവിൽ, അതായത് റഷ്യയും ചൈനയും ഒക്കെ ഔദ്യോഗികമായിട്ട് അമേരിക്കയെതിരെ സംസാരിച്ചു തുടങ്ങി എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത. അപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ഇതിലേക്ക് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു മഹായുദ്ധത്തിന്റെ സാധ്യതകളിലേക്ക്, അല്ലെങ്കിൽ മഹായുദ്ധത്തിന് സമാനമായ നിലയിലേക്ക് കാര്യങ്ങൾ മാറും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ സ്വർണ്ണവിലയും വെള്ളിയുടെ വിലയും ഒക്കെ കൂപ്പൂത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ഈ പറയുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ വേണ്ടി കേന്ദ്രം സ്വർണത്തിൽ കൈവച്ചതായിരിക്കാം. സ്വർണം വാങ്ങരുത് കുറെ നാളത്തേക്ക് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി പറഞ്ഞത് നമ്മൾ ഓർക്കണം. യുദ്ധം വരുമ്പോൾ ഏറ്റവും കൂടുതലും ബാധിക്കുന്നത് സ്വർണ്ണത്തെയാണല്ലോ. സ്വർണ്ണം എന്ന് പറയുന്ന ലോഹത്തെയാണല്ലോ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇപ്പൊ സാധാരണക്കാർ വരെ ഇപ്പം സ്വർണം വാങ്ങിക്കുമ്പോൾ, ഞാൻ ഈ ഇടയ്ക്ക് ഒരു വായിച്ച വാർത്തയാണ്, സ്വർണം വാങ്ങിക്കുന്ന എന്തോ കാര്യം പറഞ്ഞതാണ്, യുദ്ധം ഒന്ന് കഴിയട്ടെ എന്നിട്ട് വാങ്ങിക്കാന്ന്. കാര്യം അത്രയ്ക്ക് സാധാരണക്കാരെ ബാധിച്ചിരിക്കുന്നു. സ്വർണം എന്ന് പറയുന്ന ഒരു നിക്ഷേപമായിട്ട് ഇപ്പോ കാണുന്നില്ല. അങ്ങനെ സ്വർണത്തിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഇപ്പോ കാര്യങ്ങൾ നീങ്ങുന്നില്ല. കാരണം സ്വർണ്ണവില കൂപ്പുകുത്തുകയാണ്. അപ്പൊ ഇപ്പൊ കൂടിയ വിലയ്ക്ക് സ്വർണം വാങ്ങണോ, ഈ കുറയുന്ന ട്രെൻഡാണ്, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് മതി എന്ന നിലയിലേക്ക് സ്വർണം വാങ്ങാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സ്വർണം എന്ന് പറയുന്നത് നമ്മുടെ കറൻസി വാല്യൂവും ഒക്കെ ആയി ബന്ധപ്പെട്ട്, നമ്മുടെ രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ ബാക്കപ്പും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അക്ഷീണ പ്രയത്നമാണ്. സ്വർണ്ണവില വലിയ തോതിൽ കുറയുന്നു, ഇൻഫ്ലേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ കേന്ദ്രം നടത്തുന്നു. ഇപ്പോൾ E20 പെട്രോളിന്റെ എക്സൈസ് തീരുവ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു വിലക്കയറ്റവും ക്ഷാമവും അല്ലെങ്കിൽ വലിയ തോതിലുള്ള പണപ്പെരുപ്പവും ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമങ്ങൾ ഇപ്പോൾ കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു വലിയ സൂചനയാണ്. അതായത് നമ്മൾ എന്തോ വലിയൊരു ദുരന്തം
യുദ്ധം ഇങ്ങനെ മുന്നിൽ കാണുന്നു എന്നുള്ള ആപത്കരമായ സൂചന തന്നെയാണ്. പക്ഷെ അത് നമ്മുടെ രാജ്യത്ത് അത് നടന്നിട്ടില്ല, പ്രശ്നങ്ങൾ അധികം ഉണ്ടായിട്ടില്ല. 3 തവണ വില കൂടി, ഇന്ധന വില കൂടി, അതുപോലെ തന്നെ ഗ്യാസിന്റെ വിലയും കൂടി എന്നതിനപ്പുറത്തേക്ക് കാര്യമായിട്ടൊന്നും വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയെ ഇത് ബാധിക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലും ഇന്ധന വില കുതിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇലക്ട്രോണിക് സാമഗ്രികളുടെ, അതായത് ഈ വിദേശത്ത് നിന്ന് വരുന്ന എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന പല വസ്തുക്കളുടെയും വില, നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ട് ചെയ്യുന്ന പല വസ്തുക്കളുടെയും വില പതിയെ പതിയെ കൂടുന്നുണ്ട്. ഇന്റർനാഷണൽ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ പതിയെ പതിയെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ അടക്കം വില വർദ്ധിക്കുന്നുണ്ട്. വാഹന മേഖലയിൽ പതുക്കെ വാഹനങ്ങളുടെ ലഭ്യത കുറയുന്നുണ്ട്. പുതിയ വാഹനങ്ങൾ ബുക്ക് ചെയ്താൽ കിട്ടാൻ കാലതാമസം വരുന്നുണ്ട്. അങ്ങനെയുള്ള പല പല പ്രതിസന്ധികളും ഒരു ഘട്ടത്തിൽ ഒരു വശത്ത് നിന്ന് പതിയെ പതിയെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇപ്പോൾ ലോകത്തിന് മുഴുവൻ നാശം ആകുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല എന്ന നിലപാടിലേക്ക്, സമാധാനവാദം സ്വീകരിക്കാൻ കഴിയില്ല. കാരണം ഇറാന് നേരെ അതുപോലെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇനിയും ഇറാൻ യുദ്ധം കടുപ്പിക്കുക എന്നുള്ള നിലയിലേക്ക് തന്നെ പോകും. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹോർമൂസ് പൂർണ്ണമായും അടച്ചത്. ഇപ്പോൾ ചെങ്കടലിലേക്ക് കൂടി, ബാബൽ മന്ദബ് കടലിടുക്ക്, സൂയസ് കനാലിന്റെ പ്രധാനപ്പെട്ട ഭാഗം കൂടി അടയ്ക്കാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഹോർമൂസ് കടലിടുക്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള തീവ്രമായ ഏറ്റുമുട്ടലായിരിക്കും. കാരണം ഹോർമൂസ് കടലിടുക്കിലൂടെ അമേരിക്കയുടെ സംരക്ഷണയിൽ ഒരു കപ്പലെങ്കിലും കടത്തിവിടണം എന്നുള്ളതാണ് ട്രംപിന്റെ ആഗ്രഹം. അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലേക്ക് പോകും. അതിലെ പോകുന്നതിന് സകല കപ്പലുകളും സകല രാജ്യങ്ങളും ഇറാന് ടോൾ കൊടുക്കേണ്ടി വരും. അത് ഇറാനെ സംബന്ധിച്ച് സാമ്പത്തികമായി വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കും. ശാക്തികമായിട്ട് ലോകത്തിന് മുന്നിൽ ഒരു വലിയ ശക്തി എന്ന നിലയിലേക്ക് ഇറാൻ നോട്ട് ചെയ്യപ്പെടും. ഗൾഫ് മേഖലയിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിക്കും. ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ, ഈ ബാബൽ മന്ദബ് കടലിടുക്കിനോട് ചേർന്ന് കിടക്കുന്ന ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളും ഗ്രൂപ്പുകളും ഇറാനോട് കൂടുതൽ ചേരും. അങ്ങനെ ഇറാന്റെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഇറാൻ തുറന്നിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഹോർമുസിന്റെ നിയന്ത്രണം ഇറാന്റെ പക്കൽ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇറാന്റെ പക്കൽ ഹോർമുസിന്റെ നിയന്ത്രണം കൊടുക്കാതിരിക്കണമെങ്കിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള പടക്കപ്പലുകൾ അല്ലെങ്കിൽ അമേരിക്കൻ പടക്കപ്പലുകൾ ഉപയോഗിച്ച് 1-2 ചരക്ക് കപ്പലുകൾ അതിലെ കടത്തിവിടണം. പക്ഷെ അതിനുള്ള ശ്രമങ്ങളാണ് അമേരിക്ക ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഹോർമുസിന്റെ മേഖലയിലൊക്കെ വലിയ അറ്റാക്കുകൾ നടത്തിയിട്ട് ഇത് ഞങ്ങളുടെ കയ്യിലാണ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ ട്രംപ് നടത്തുന്നുണ്ട്. പക്ഷേ ട്രംപിന്റെ നിർഭാഗ്യവശാൽ ഇതൊന്നും വിജയിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ അമേരിക്കയിലാണെങ്കിലും മറ്റൊരവസ്ഥയാണല്ലോ, വിലക്കയറ്റം അങ്ങേ അറ്റം എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ട്രംപ് ആണെങ്കിൽ വിലക്കയറ്റം വളരെയധികം സ്വാഗതം ചെയ്യുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലാണ്. ട്രംപിന്റെ ഒരു ബുദ്ധിമോശക്കേടാണോ ഈ കാണിക്കുന്നതെന്ന് അറിയില്ല. ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ഒരു താല്പര്യവുമില്ല. പക്ഷേ ട്രംപിന് അഭിമാനത്തോടു കൂടി തലയൂരണം, അല്ലാതെ തോറ്റു പിന്മാറി എന്ന ഒരു ചീത്തപ്പേര് കേൾക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ട്രംപിന് ഈ എണ്ണവില കുതിച്ചുയരണമെന്നൊരു ആഗ്രഹമുള്ളതുപോലെ ചില സമയങ്ങളിൽ തോന്നാറുണ്ട്. കാരണം അന്താരാഷ്ട്ര എണ്ണ നിക്ഷേപത്തിൽ ഏതാണ്ട് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് വെനസ്വല. ഈ വെനസ്വല ഇപ്പോൾ അമേരിക്കയുടെ കൺട്രോളിലാണ്. അവിടുത്തെ എണ്ണ വിപണിയും അമേരിക്കയുടെ കൺട്രോളാണ്, എണ്ണ പാടങ്ങൾ ഉൾപ്പെടെയുള്ളവ. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപ് ലോകത്തോട് ഒരു ഘട്ടത്തിൽ പറഞ്ഞത്, ഇനി വെനസ്വലയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ളവർക്ക് ഇറാനിൽ നിന്ന് ആരും ഇനി എണ്ണ വാങ്ങണ്ട, റഷ്യയിൽ നിന്നും വാങ്ങണ്ട, വെനസ്വലയിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ചോളൂ. ചൈനയോട് പറഞ്ഞാണ്, നിങ്ങൾ വെനസ്വലയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ ഞാനുമായിട്ട് കരാറിൽ ഒപ്പിടണം എന്ന് ട്രംപ് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് നടത്തിയ മറ്റൊരു പ്രസ്താവനയാണ്, ഇറാന്റെ എണ്ണപ്പാടങ്ങളിൽ നിന്ന് ഓരോ ദിവസവും മില്യൺ കണക്കിന് എണ്ണ ഞാൻ കടത്തിക്കൊണ്ടു പോകുന്നുണ്ട് അമേരിക്കയിലേക്ക്. അത് ഇറാനുള്ള വലിയ പ്രഹരമാണ് എന്നാണ് പറയുന്നത്. അതാണ് ചോദ്യം. ഇറാൻ അറിയുന്നുണ്ടോ എന്ന് മാത്രമല്ല, ഈ അമേരിക്കയുടെ ഒരൊറ്റ കപ്പലുകൾ ഇറാന്റെ ഏഴയലത്തില്ല. പടക്കപ്പലുകൾ മുഴുവൻ ഒമാൻ കടലിൽ നിന്നും എടുത്തിപ്പോൾ ഇന്ത്യ മഹാസമുദ്രത്തിൽ കൊണ്ടിരിക്കുക, പേടിച്ചിട്ട്, അടികെട്ടി പേടിച്ചിട്ട്. അതുപോലെ ഒരു ഹെലികോപ്റ്റർ ഇറാനിൽ നിന്ന് കാണാൻ വേണ്ടി വന്ന് പൊട്ടി തകർന്നു പോയി. അതുപോലത്തെ അടിയാണ് അടിച്ചത് ഇറാൻ. അപ്പൊ ഇറാന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അമേരിക്കയുടെ ഒന്നുമില്ല. അപ്പോഴും ട്രംപ് ഇങ്ങനെയൊക്കെ വീരവാദം പറയുകയാണ്. അപ്പൊ അത് ഒരു പക്ഷേ ട്രംപ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കാണിക്കുന്നതായിരിക്കാം. ഇനി അതും അല്ലെങ്കിൽ ട്രംപിനുണ്ടായ തിരിച്ചടിയുടെ തീവ്രത അത് എത്രത്തോളം ഭീകരമാണ് എന്ന് പുറം ലോകത്തെ അറിയിക്കാതിരിക്കാൻ ഇത് ഡൈവേർട്ട് ചെയ്ത് വിടുന്നതായിരിക്കാം. എന്തായാലും ട്രംപിനെ സംബന്ധിച്ച് നിക്കക്കളിയില്ലാത്ത അവസ്ഥയാണ്. ട്രംപിന് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നുണ്ട്. ലോകരാജ്യങ്ങൾ ട്രംപിനോട് യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ട്രംപ് വിചാരിച്ചാലും ഈ യുദ്ധം അവസാനിക്കില്ല എന്നുള്ളത് കടിഞ്ഞാൺ ഇറാന്റെ കയ്യിലാണ്. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്.
ട്രംപിന്റെ കയ്യിൽ നിന്ന് പോയി, ഇനി ഒന്നും ചെയ്യാൻ കയ്യിൽ നിന്ന് പോയിട്ട് പറ്റില്ല. കാലം കുറേയായി. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഈ ഗൾഫ് രാജ്യങ്ങളിലെ സാഹചര്യം എങ്ങനെയാണ് ഇപ്പൊ? ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ കഷ്ടമാണ് കാര്യങ്ങൾ. കാരണം അവരുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സാണ് എണ്ണ വിൽക്കുക എന്നുള്ളത്. അതെ. അതൊക്കെ വിറ്റും വാങ്ങിയും ഒക്കെയാണ് ഗൾഫ് രാജ്യങ്ങൾ നിലനിന്ന് പോകുന്ന വലിയ സമ്പന്ന രാഷ്ട്രങ്ങളായത് എണ്ണ ഉൽപാദക രാജ്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. ആ എണ്ണ മുഴുവൻ കെട്ടിക്കിടക്കുകയാണ് 4 മാസമായി. എക്സ്പോർട്ടിങ് നടക്കുന്നില്ല. എണ്ണ കപ്പലുകൾ 200 അടുത്തുണ്ട്. 200 കപ്പലുകൾ കെട്ടിക്കിടക്കുകയാണ് ഈ പറയുന്ന ഈ മേഖലയിൽ, ഹോർമൂസ് മേഖലയിൽ. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഈ കപ്പലുകൾ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ടെടുത്താൽ അപ്പോൾ തന്നെ ഇറാൻ അത് തകർക്കും. അപ്പൊ അത്രയും വലിയ നഷ്ടം അതാത് കമ്പനികൾക്കും ആ രാജ്യങ്ങൾക്കും ഉണ്ടാവും. അപ്പൊ അതിലും ഭേദം അത് അവിടെ തന്നെ കിടക്കട്ടെ, കപ്പലുകൾ അവിടെ തന്നെ കിടക്കട്ടെ എന്ന് തീരുമാനിക്കുന്നതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ കപ്പലുകൾ അവിടെ കിടക്കാൻ തുടങ്ങുന്നത്, നങ്കൂരപ്പെട്ട് കിടക്കാൻ തുടങ്ങുന്നത്. പക്ഷെ ഇതിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 പ്രതിസന്ധികളാണ് ഗൾഫ് മേഖല അഭിമുഖീകരിക്കുന്നത്. ഒന്ന്, ഈ പറയുന്ന കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണ ഉൽപ്പാദിപ്പിച്ച എണ്ണ വിതരണം ചെയ്യാനായിട്ട്, എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുവഴി പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് പൂർണ്ണമായി അടയുന്നു. രണ്ടാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന നാശമാണ്. അതായത് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ മുഴുവൻ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളാണ്. അത് ഗൾഫിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന് ഉണ്ടാക്കുന്ന വലിയ നാശനഷ്ടം, വലിയ രീതിയിൽ ഗൾഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളാണെന്ന് ആലോചിക്കാം. അവരുടെ എണ്ണ ഉൽപാദക കേന്ദ്രങ്ങൾ, അതായത് ഓയിൽ റിഫൈനറികൾ, അതുപോലെ സംഭരണശാലകൾ, ശുദ്ധീകരണശാലകൾ, കടൽ വെള്ളം ശുദ്ധീകരിച്ച് ശുദ്ധജലമാക്കി മാറ്റുന്ന പ്ലാന്റുകൾ, ഇതൊക്കെയാണ് ഇറാൻ പലപ്പോഴായിട്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതുണ്ടാക്കിയൊരു തകർച്ച അത് പരിഹരിച്ചു വരുന്നതേ ഉള്ളൂ. കുവൈറ്റൊക്കെ ആണെങ്കിൽ വലിയ തോതിൽ, കുവൈറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ എണ്ണ സംഭരണത്തിന്റെ 18% ഇതോടകം നഷ്ടമായിട്ടുണ്ട്, ഇത് മേക്കപ്പ് ചെയ്തെടുക്കണമെങ്കിൽ തന്നെ വർഷങ്ങൾ എടുക്കും എന്ന് കുവൈറ്റ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ, ഫിസിക്കൽ ഡാമേജസ് ഒരുപാട് ഗൾഫ് മേഖലയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് പരിവർത്തനം ചെയ്ത് നേരെയാക്കി എടുക്കാൻ സമയമെടുക്കും. ഈ സമയം എടുക്കുമ്പോൾ തന്നെയാണ് വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ വരുന്നത്. അപ്പോൾ വീണ്ടും ഈ സമയം കൂടും. അപ്പൊ അതുണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക അസമത്വം, സാമ്പത്തിക അസ്ഥിരത പൊട്ടിപ്പുറപ്പെട്ടാൽ പിന്നെ അത് പിടിച്ചുകെട്ടുക പ്രയാസമായിരിക്കും. പരമാവധി ഈ രാഷ്ട്രങ്ങൾ ഒരു സാമ്പത്തിക പ്രശ്നം ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുപോകുമെങ്കിലും വരുമാനം നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. വരുമാനം ഉണ്ടെങ്കിലല്ലേ ആ രാജ്യത്തിന് ഭാവിയിലേക്ക് എന്തെങ്കിലും കണക്കൂട്ടി ചെയ്യാൻ പറ്റൂ. ഇത് വരുമാനം വരുന്നില്ല, അത് മുഴുവൻ മുടങ്ങിക്കിടക്കുകയാണ്, ഭൂരിഭാഗവും മുടങ്ങിക്കിടക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിർമ്മാണ മേഖല സ്തംഭിക്കും, ഈ ജനങ്ങളുടെ മേൽ ടാക്സേഷൻ വർദ്ധിക്കും, ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും. കാരണം ഗവൺമെന്റിന് ഈ സംവിധാനം റൺ ചെയ്തു പോകണമെങ്കിൽ പണം വേണം. സ്വാഭാവികമായിട്ടും നികുതി വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ കടം വാങ്ങുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ഇത് എന്ത് ചെയ്താലും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അനന്തര ഫലം എന്ന് പറയുന്നത് അവിടുത്തെ പൗരന്മാരുടെ തലയിൽ തന്നെയാണ് വരിക. അപ്പൊ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം എന്നാണ് അതിന് പറയാനുള്ളത്. പിന്നെ പ്രവാസികളുടെ കാര്യം നമ്മൾ എല്ലാ വീഡിയോകളിലും പറയുന്നതാണ്. ഏതാണ്ട് 1 കോടിയോളം ഇന്ത്യക്കാരുണ്ട്, 40 ലക്ഷത്തിലധികം മലയാളികളുണ്ട്. ഇവരിൽ വലിയൊരു വിഭാഗവും തൊഴിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭീതിയിൽ തന്നെയാണ്. ശമ്പളം വെട്ടിക്കുറയ്ക്കപ്പെടുമോ, തങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനികൾ പൂട്ടിപ്പോകുമോ, അതുപോലെ തന്നെ തങ്ങൾക്ക് ഇനി ജോലിയില്ലാതെ ആകുന്ന സാഹചര്യം വരുമോ, സർക്കാർ ചെലവ് ചുരുക്കൽ നടപടികളിലേക്ക് പോയാൽ പല കടുത്ത നിയന്ത്രണങ്ങൾ വന്നേക്കാം. ഇപ്പൊ സ്വദേശിവൽക്കരണമൊക്കെ പണ്ട് സൗദിയിൽ വന്നിരുന്നു. അത് സാഹചര്യം വേറെയാണെങ്കിൽ പോലും അത്തരം വെട്ടിക്കുറയ്ക്കലുകളോ അല്ലെങ്കിൽ ഇത്തരം സ്വദേശിവൽക്കരണമൊക്കെ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഇപ്പോഴേ ആശങ്കപ്പെടുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. നിയന്ത്രണങ്ങൾ ഒരുപാടായി. ഇപ്പം ഈ അടുത്ത കാലത്ത് തന്നെ പുറത്തു വന്ന ഒരുപാട് റിപ്പോർട്ടുകളിൽ ഈ സെപ്റ്റംബർ മാസം ഒക്കെ വലിയ മാന്ദ്യം ഗൾഫ് മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ്. ശരിയായ രീതിയിലല്ല ഈ യുദ്ധം പോകുന്നതെങ്കിൽ, അതായത് യുദ്ധം കൃത്യമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതാണ് ഉദ്ദേശിച്ചത്, കൃത്യമായ സമയത്ത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടാൽ, ഒരു വലിയ ഒരു പ്രതിസന്ധി, മാന്ദ്യം പൊട്ടിപ്പുറപ്പെട്ടാൽ പിന്നെ അത് പിടിച്ചു കെട്ടുക, യുദ്ധം നിർത്തിയാലും പ്രയാസമായിരിക്കും. അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്.